നിലമ്പൂരിൽ ദുർബലനായ സ്ഥാനാർത്ഥിയെയാകും ഇടതുപക്ഷം രംഗത്തിറക്കുക എന്നുള്ള പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. ഇതോടെ ഇടതു ക്യാമ്പുകൾ വലിയ ആവേശത്തിലുമാണ്. ഈ തിരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പ്രതിപക്ഷം വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളികളെ നിലമ്പൂരിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി നേരിടുകയാണ് മുൻ ധനം വകുപ്പ് മന്ത്രി കൂടിയായ തോമസ് ഐസക്. 2011 മുതൽ 16 വരെയുള്ള UDF സർക്കാർ കാലത്തും അതിനുശേഷമുള്ള സമയത്തും ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്യാൻ പ്രതിപക്ഷത്തെ തോമസ് ഐസക് വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: നിലമ്പൂരിലെ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വലിയ ആവേശം സൃഷ്ടിച്ചതിന് കാരണമുണ്ട്. സ്വരാജിന്റെ വ്യക്തിത്വത്തിന്റെ സ്വീകാര്യത ഒരു ഘടകം, ഉപതിരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടമായി ഏറ്റെടുത്തതിനാൽ ലഭിച്ച പിന്തുണ മറ്റൊരു ഘടകം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിക്കാൻ നിയോഗിച്ചതുവഴി തുടർഭരണം എന്ന ലക്ഷ്യത്തിനു മുന്നിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് CPIM-ഉം ഇടതുപക്ഷവും പ്രഖ്യാപിക്കുകയാണ്. ആ തീരുമാനത്തിന് ലഭിച്ച സ്വീകാര്യതയാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിച്ച ആവേശത്തിൽ പ്രതിഫലിക്കുന്നത്. എന്തിന് തുടർഭരണം? നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്കു മുന്നിൽ വയ്ക്കാൻ LDF-ന് വ്യക്തമായ ഉത്തരമുണ്ട്. VD സതീശന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവുമായി സതീശൻ രംഗത്തിറങ്ങട്ടെ. അക്കമിട്ട മറുപടി ഞങ്ങളും പറയാം. നിലമ്പൂരിലാണല്ലോ തിരഞ്ഞെടുപ്പ്. 2011 മുതൽ 16 വരെ UDF സർക്കാരിലെ മന്ത്രിയായിരുന്നല്ലോ ആ നാട്ടിലെ ജനപ്രതിനിധി. അക്കാലത്ത് നിലമ്പൂരിൽ ഉണ്ടായ വികസനവും 2016 ശേഷം ഉണ്ടായ വികസനവും നമുക്ക് താരതമ്യം ചെയ്യാം. നിലമ്പൂരിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ കുറ്റപത്രവുമായി രംഗത്തിറങ്ങുമ്പോൾ ഈ പോയിന്റ് VD സതീശൻ വിട്ടുപോകരുത്. 227 കോടി ചിലവിൽ നിലമ്പൂർ ബൈപ്പാസ് പണിയുന്നത് LDF സർക്കാരാണ്. എന്ത് റോഡ് വികസനമാണ് UDF-ന്റെ കാലത്ത് നിലമ്പൂരിൽ ഉണ്ടായത്? 2011-16 കാലത്ത് നിലമ്പൂരിൽ UDF സർക്കാർ എത്ര പേർക്ക് വീട് കൊടുത്തു? കേരളമാകെ നടന്ന് UDF നേതാക്കൾ വ്യാജ പ്രചരണം നടത്തുന്നത് പോലെ എളുപ്പമല്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയൽ. നാട്ടുകാരുടെ മുന്നിൽ വെറുതെ എണ്ണം പറഞ്ഞാൽ പോരാ. ഏതു പഞ്ചായത്തിൽ, ഏതു വാർഡിൽ എത്ര പേർക്ക് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വീട് നൽകിയെന്ന് പറയണം. 2016 ശേഷമുള്ള കണക്ക് ഞങ്ങൾ പറയാം. ജനം തീരുമാനിക്കട്ടെ ആരുടെ ഭരണമാണ് നല്ലതെന്ന്. 2011 മുതൽ 16 കാലത്ത് നിലമ്പൂരിൽ എത്ര പേർക്ക് UDF മുടങ്ങാതെ പെൻഷൻ കൊടുത്തു? പഞ്ചായത്തും വാർഡും തിരിച്ച് തെളിവ് സഹിതമുള്ള കണക്ക് കുറ്റപത്രത്തിൽ ഉണ്ടാകണം. 2016 ശേഷം നിലമ്പൂരിൽ എത്ര പേർക്ക് എത്ര രൂപ വെച്ച് മുടങ്ങാതെ പെൻഷൻ കിട്ടിയെന്ന കണക്ക് ഞങ്ങളും വെക്കാം. ഏതാണ് മെച്ചമെന്ന് നിലമ്പൂരുകാർ തീരുമാനിക്കട്ടെ. കിഫ്ബിയെ തകർക്കാൻ പഠിച്ച പണി 18 പയറ്റിയവരാണല്ലോ UDF-കാർ. കിഫ്ബി വഴി നിലമ്പൂരിൽ എത്ര കോടിയുടെ വികസനമാണ് സാധ്യമായത് എന്നറിയാമോ? റോഡ് വികസനത്തിന്റെ കാര്യം ആദ്യം പറയാം. 131 കോടി ചിലവിലാണ് പൂക്കോട്ടുപാടം കാളിക്കാവ് പ്ലസ് കരുവാരക്കുണ്ട് റോഡ് വികസിക്കുന്നത്. 115 കോടി ചിലവിലാണ് പൂക്കോട്ടുപാടം മുണ്ടേരി റോഡ് വികസിക്കുന്നത്. പൂക്കോട്ടുപാടം മൂലേപ്പാടം റോഡിന് 101 കോടിയാണ് ചിലവ്. 3 റോഡിന് 307 കോടി. കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ ഈ ഫണ്ട് കണ്ടെത്തുമായിരുന്നു? എങ്ങനെ ഈ റോഡുകൾ ഇങ്ങനെ വികസിക്കുമായിരുന്നു? ഇക്കാര്യങ്ങൾ നിലമ്പൂരുകാരോട് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം UDF കാണിക്കണം. കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ നിലമ്പൂരിലെ വിദ്യാലയങ്ങൾ ഇങ്ങനെ വികസിക്കുമായിരുന്നു? വകുപ്പുകൾക്ക് ബജറ്റിൽ നീക്കിവെക്കുന്ന പണം മാത്രം ഉപയോഗിച്ച് ആരോഗ്യ, വിദ്യാഭ്യാസ, കായിക മേഖലകളിൽ മേൽപ്പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാണോ? UDF-ന്റെ 5 കൊല്ലക്കാലത്ത് കിഫ്ബി ഉണ്ടായിരുന്നില്ലല്ലോ. അക്കാലത്ത് നിലമ്പൂരിന് നിങ്ങൾ എന്തു നൽകി? എത്ര റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കി? എത്ര വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായി? എത്ര ക്ലാസ് മുറികൾ ഹൈടെക് ആയി? ഞങ്ങളുടെ വെല്ലുവിളി കൃത്യമാണ്. നിലമ്പൂരിൽ LDF സർക്കാർ കഴിഞ്ഞ 9 വർഷം കൊണ്ട് വികസന വിസ്മയം തീർത്തിട്ടുണ്ട്. ചിത്രങ്ങളും തെളിവുകളും ഞങ്ങൾ നിരത്താം. ഈ വികസന വിസ്മയത്തെ 2011-16 കാലത്തെ UDF-ന്റെ നിർജീവ ഭരണത്തോട് താരതമ്യപ്പെടുത്താൻ UDF-നെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടോ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ? ഈ വികസന മുന്നേറ്റം കൂടുതൽ കരുത്തോടെ സഖാവ് എം സ്വരാജ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് LDF നിലമ്പൂരിന് നൽകുന്ന ഉറപ്പ്. തുടർഭരണത്തിന്റെ പച്ചക്കൊടിയായിരിക്കും നിലമ്പൂരിൽ സ്വരാജിന്റെ വിജയം. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ലഭിച്ച പൊതു സ്വീകാര്യത ആ ലക്ഷ്യത്തിലേക്കുള്ള പടയോട്ടത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നാണ് നേതാവ് കുറിച്ചത്. ഏതായാലും കോൺഗ്രസിനോടുള്ള ചോദ്യങ്ങൾക്ക് ഉടനെ മറുപടിയും പ്രതീക്ഷിക്കാം.